ഹലോ ഹായ് പ്ലൂട്ടോ നീരജ് മാധവ്, അൽതാഫ് സലീം, ആർഷ ബൈജു, അജു വർഗീസ്, ദിനേശ് പ്രഭാകർ, വിനീത് തട്ടില് അങ്ങനെ കുറേ കാസ്റ്റോട് കൂടി വന്ന ആദിത്യൻ ചന്ദ്രശേഖർ ഡയറക്റ്റ് ചെയ്ത ഏറ്റവും പുതിയ സിനിമയായ പ്ലൂട്ടോയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വിഷ്ണു ശർമ്മയാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്, എഡിറ്റ് ചെയ്തിരിക്കുന്നത് സനത് ശിവരാജ്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് അർക്കാഡു. ഈ സിനിമ എഴുതിയിരിക്കുന്നത് നിയാസ് മുഹമ്മദാണ്. ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ഡയറക്ടേഴ്സ്, എഴുത്തുകാർ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൊരു ഒരു ഫ്രഷ് സിനിമയാണ്. എന്താ പറയുക, പ്ലൂട്ടോ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൺസെപ്റ്റും പരിപാടികളൊക്കെ അത്ര ഫ്രഷ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ടെംപ്ലേറ്റുകളൊക്കെ നമ്മൾ കണ്ട പരിപാടികളൊക്കെ തന്നെയാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു ജോണർ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു കോമഡി സയൻറ്റിഫിക് സിനിമയായിട്ടാണ് പല സ്ഥലത്തും കാണാൻ ഇടയായത്. പക്ഷെ ഒരു സയൻറ്റിഫിക് എലമെൻ്റ് ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കോമിക് സ്വഭാവമുള്ള ഒരു ഡ്രാമയായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഫുൾ ഫണ്ണായിട്ടുള്ളൊരു ഒരു ഫിക്ഷണൽ സ്റ്റോറി ആയിട്ട്, കോമഡി ഫിക്ഷണൽ സ്റ്റോറി ആയിട്ട് പരിഗണിക്കാവുന്ന ഒരു ഒരു സിനിമയാണ്. സയൻറ്റിഫിക് എലമെൻ്റ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ഈ പറയുന്ന ഏലിയൻ കടന്നു വന്നിട്ടുള്ള ഗഗനചാരി പോലെയുള്ള പിന്നെ നമ്മുടെ PK പോലെയുള്ള സിനിമകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് സബ്ജക്റ്റ് അല്ല. പക്ഷേ എങ്കിൽ കൂടിയും അവരിതിൽ കൊടുത്തിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഒരു കോമിക് സ്വഭാവം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് പ്ലൂട്ടോ എന്ന് പറയുന്ന സിനിമ തോന്നിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു സ്ഥിരം ടെംപ്ലേറ്റ് ഉണ്ട് ഈ പറയുന്ന സിനിമയ്ക്ക്. പക്ഷേ അവരതിൽ കൊടുത്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു കോമിക് സ്വഭാവമുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അവർ കൊടുക്കുകയും കുറച്ച് എന്താ പറയുക നിലവാരമുള്ള കുറച്ച് തമാശകളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ലാഗില്ലാതെ ഈ സിനിമ കണ്ട് തീർക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് നമുക്ക് എൻ്റർടൈൻഡ് ആണ്. കുറച്ച് നല്ല കോമഡികൾ നമുക്ക് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന കുറച്ച് 2, 3 കിടിലൻ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിലവാരമുള്ള ഒരുപക്ഷേ ഒരു ചളി കോമഡികളൊക്കെ ആയിരുന്നെങ്കിൽ ഈ സിനിമ ഡൗൺ ആയി പോയേനെ, പെട്ടെന്ന് വീണ് പോയേനെ. പക്ഷേ അതില്ലാതെ കുറച്ച് നല്ല കോമഡികളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ലാഗില്ലാതെ സിനിമ രസിച്ച് കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ കൊണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ ഈ ഒരു ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജിൽ ഒതുക്കാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണം സ്ഥിരം ടെംപ്ലേറ്റ് ഉണ്ട് സിനിമയിൽ. കാരണം ഒരു അത് പ്രത്യേകിച്ച് തുടക്കത്തിൽ എനിക്കതൊരു കല്ലുകടിയായിട്ട് തോന്നുകയും ചെയ്തു. കാരണം ഒരു സ്ഥിരം തോൽവിയായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഉഴപ്പനായിട്ടുള്ള ഒരു നായകൻ അതൊരു സ്ഥിരം ടെംപ്ലേറ്റ് ആണല്ലോ. ഇങ്ങനത്തെ ഒരു സിനിമയിൽ അതെന്തായാലും വരും. അങ്ങനെയുള്ള ഒരു നായകൻ്റെ അടുത്തേക്ക് ഒരു ഏലിയൻ വന്ന് പെട്ടാലുണ്ടാകുന്ന പരിപാടികൾ അത് അതവർ കുറച്ച് കോമിക് സ്വഭാവത്തിൽ കാണിച്ചപ്പോൾ നമുക്കത് ഓക്കെ ആയി. പക്ഷേ അതൊരു സ്ഥിരം ടെംപ്ലേറ്റ് ആണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇതൊരു പ്രെഡിക്റ്റബിൾ സ്റ്റോറി ആണ് എന്നുള്ളത് ഒരു ഒരു പ്രശ്നമാണ്. അത് ഭയങ്കരമായൊരു പ്രശ്നമാണോയെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അതാണ് ഞാൻ ഈ ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജിൽ ഒതുക്കാനുള്ളൊരു എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ചില ക്യാരക്ടേഴ്സിൻ്റെ കോമഡി പരിപാടികളൊക്കെ വർക്കായിട്ടുണ്ട്. ചിലത് ഇത്തിരി ഓവറായിട്ടുണ്ട്. പ്രത്യേകിച്ച് അജു വർഗീസിൻ്റെ തുടക്കത്തിലെ ക്യാരക്ടർ കിടിലനായിരുന്നു. അജു വർഗീസ് ചെറിയൊരു നെഗറ്റീവ് പരിപാടികളൊക്കെ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അത് തുടക്കത്തിലൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷേ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ബാലരമ പോലെയുള്ള കോമിക് കഥകൾ, കോമിക് ബുക്കുകൾ നമ്മൾ കണ്ട് ആ ഒരു ട്രീറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിലുള്ള പോലെ പരിപാടികളുണ്ട്. പക്ഷേ അതൊരു ഘട്ടം കഴിയുമ്പോൾ നമുക്കത് അയ്യോ ഇത് ഇത്തിരി അസഹനീയമാണല്ലോ എന്നൊക്കെ ഒരു സാധനം തോന്നും. ദിനേശ് പ്രഭാകരൻ്റെ. അപ്പം അത് ഒരു ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ചളിയായി പോകാവുന്ന കുറേ സാധനങ്ങളുള്ളൂ. അങ്ങനത്തെ ചില സാധനങ്ങൾ വർക്കാവാതെ എനിക്ക് പേഴ്സണലി വർക്കാവാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് പരിപാടിയിലേക്ക് ഒതുക്കാനുള്ളൊരു കാരണം. സിനിമ ടോട്ടലി സിനിമ നോക്കുമ്പോൾ ഒരു ഫൺ പാക്ക്ഡ് എന്താ പറയുക ഒരു കോമഡി സയൻറ്റിഫിക് എലമെൻറ്റ്സ് ഉള്ള ഫിക്ഷണലായിട്ടുള്ള അത്യാവശ്യം കോമഡികളൊക്കെ ഉള്ള ഒരു കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. പിന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും ഗംഭീരമായിട്ടുണ്ട്. ആർഷ ബൈജു ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ് കേട്ടോ. ഒരു ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നീരജ് മാധവ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഒരു പുതിയ ജനറേഷൻ്റെ ഒരു ഋതമൊക്കെ പിടിച്ച് സ്വാഭാവികമായിട്ടും. പിന്നെ എനിക്ക് തോന്നിയത് നീരജ് മാധവിൻ്റെ റാപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിനിമ എടുത്ത പോലെ എനിക്ക് ഒരു ഘട്ടത്തിൽ തോന്നി. കാരണം നീരജ് മാധവിൻ്റെ തന്നെ റാപ്പ് 1, 2 സോങ്ങുകൾ അങ്ങനെ ഉണ്ട്. ഒരു സോങ് നോക്കുകയാണെങ്കിൽ ഒരു 5, 6 സോങ് ഉണ്ട് ഇതിൽ. ആകെ 2 മണിക്കൂർ 11 മിനിറ്റ് സിനിമയുള്ളൂ. അതിൽ തന്നെ ഒരു 5, 6 സോങ് ഉണ്ട്. ഒരു ഫൈറ്റിൽ വരുന്നൊരു സോങ് ഉൾപ്പെടെ. പക്ഷെ അതൊന്നും നെഗറ്റീവ് ആണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാനത് സിനിമയുടെ ഒരു കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളൂ. ഒരു നെഗറ്റീവ് ഒന്നുമല്ല. അതിൽ നീരജ് മാധവിൻ്റെ ഒരു റാപ്പ് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ അജു വർഗീസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടറിൽ വന്നിട്ടുള്ള അവസാനത്തെ കുറച്ച് ഒരു വർക്കാവാതെ പോയിട്ടുള്ള കുറച്ച് ഓവറായിട്ടുള്ള കോമഡി പരിപാടികൾ ഒഴിച്ചു നിർത്തിയാൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ദിനേശ് പ്രഭാകറിൻ്റെ ക്യാരക്ടർ വർക്കാണ്. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ അതും ഇതുപോലെ തന്നെ ഒരു സുഖകരമല്ലാത്തൊരു പരിപാടി. പിന്നെ വിനീത് തട്ടിൽ പുള്ളി ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ് കേട്ടോ. കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ല ഗംഭീര ആർട്ടിസ്റ്റാണ്.
അപ്പോൾ പുള്ളിയുടെ ക്യാരക്ടറും അത്യാവശ്യം കുഴപ്പമില്ല. ഇവരൊരു സെറ്റാണ്. ഈ പറയുന്ന അജു വർഗീസ്, ദിനേശ് പ്രഭാകർ, വിനീത് തട്ടിലൊക്കെ. അവിടെ അവിടെ ആ ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് വരുന്ന കുറച്ച് പോർഷനിലാണ് നമുക്കിങ്ങനെ ഒരു ഇത്തിരി ഓവറല്ലേ എന്ന് തോന്നുന്നൊരു പരിപാടി. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അൽത്താഫ് സലീം, അയ്യോ ഇപ്പോൾ പുള്ളിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. അൽത്താഫ് സലീം അഴിഞ്ഞാടിയിട്ടുണ്ട് കേട്ടോ. പുള്ളിയുടെ ചിരി ഉണ്ടല്ലോ, ഇങ്ങനെ നിന്നിട്ട് എന്ന് പറയേണ്ട ഒരു പരിപാടി, അത് രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അടിപൊളി, നമുക്കത് വെറുതെ കാണുമ്പോൾ നമുക്കൊരു പൊട്ടിച്ചിരിക്കാൻ പറ്റുന്നൊരു പരിപാടിയായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അയാൾ. അങ്ങനത്തെ കുറേ പെർഫോമൻസ് ഒക്കെ വെച്ച് അടിപൊളി പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്യാമറ കളറിങ് പരിപാടി, അതുപോലെ തന്നെ VFX നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ഏലിയൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു വേൾഡ് പരിപാടികൾ, കുറച്ച് ഗ്രാഫിക്സ്, അങ്ങനത്തെ ഒരു വേൾഡും പരിപാടികളൊക്കെ ഇടയ്ക്കൊക്കെ കാണിക്കണമല്ലോ. അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒന്നാണ്. ക്യാമറയും അതിൻ്റെ കളറിങ് പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എഡിറ്റിങ് തുടക്കത്തിൽ എനിക്ക് തോന്നിയത് ഭയങ്കര ഫാസ്റ്റ് കട്ടിങ് ആണല്ലോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി റിതം ഇതാണെന്ന് മനസ്സിലായപ്പോൾ അതിനോട് ഇഴുകിച്ചേർന്നിരുന്ന് കാണാൻ പറ്റുന്ന ആയിട്ട് തോന്നി. അങ്ങനെ ടെക്നിക്കലി ആൻഡ് പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ചില ക്യാരക്ടറിനെ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഈ വിപിൻ ആറ്റ്നിലിനെ പോലുള്ള ചില ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഒരു ഇമ്പോർട്ടൻറ്റും ഇല്ലാത്തൊരു ക്യാരക്ടർ അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ വലിച്ചു നീട്ടാൻ സിനിമ. കാരണം സിനിമ ഒരു 2 മണിക്കൂർ 11 മിനിറ്റേ ഉള്ളൂ. അതിൽ കുറഞ്ഞു പോയാൽ എന്താ കുഴപ്പം? 2 മണിക്കൂറിൽ കുറഞ്ഞു പോയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറച്ചും കൂടി പാക്ക്ഡ് ആവുമെന്ന് മാത്രം. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സാധനം, ഇത് നീട്ടിക്കൊണ്ട് പോകാൻ അവിടെ ഇവിടെയൊക്കെ കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ സെറ്റ് ചെയ്ത പോലെ എനിക്കങ്ങനെ തോന്നി. അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ഒരു ടൈം ട്രാവൽ പരിപാടി ഉണ്ട്. അപ്പം അത് ഇങ്ങനെ റിപ്പീറ്റായിട്ട് ടൈം ട്രാവൽ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് സെക്കൻഡുകൾ പുറകിലോട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഏലിയൻ്റെ പരിപാടികളാണല്ലോ, സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പം അത് റിപ്പീറ്റ്ലി ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അസഹനീയമായിട്ട് തോന്നി. അത് ഇത്തിരി ഓവറല്ലേ എന്നുള്ളൊരു അങ്ങനൊരു സാധനം എൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഒഴിച്ചിരുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഏലിയൻ നമ്മളുടെ ഒരു വേൾഡിലേക്ക് വരുമ്പോൾ ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവേണ്ട കുറച്ചും കൂടി ഫൺ പരിപാടികൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാധനം ഇത്തിരി കുറവായിരുന്നു. പക്ഷേ ചെയ്തതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്തിരിയും കൂടി ആകാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പ്രഡിക്ഷൻ എനിക്കൊരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങോട്ടായിരിക്കും പോകുന്നത്, കഥ എവിടെ കൊണ്ടായിരിക്കും നിർത്താൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. അത് എപ്പോഴും പ്രഡിക്റ്റബിൾ ആകുമ്പോൾ സിനിമ കുറച്ചും കൂടി ആ എൻ്റർടൈൻ സ്വഭാവം ഒരിത്തിരി താഴത്തേക്ക് നിൽക്കും എന്നുള്ളത് സത്യമാണ്. പിന്നെ അവർ ആ ഒരു ട്രീറ്റ്മെൻറ്റ്, കോമിക് സ്വഭാവമുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തത് കാരണം നമുക്ക് പിന്നെയും കുഴപ്പമില്ലാതെ ഈ പറയുന്ന ബാലരമ കഥകളൊക്കെ വായിച്ചിരിക്കുന്ന പോലെ. പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ നിലവാരമുള്ള ഫണ്ണായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു സംഭവിക്കാവുന്ന ഒരു സ്റ്റോറി അവർ പറഞ്ഞത് അവർ കഴിവിൻ്റെ പരമാവധി അവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.